എത്ര പേരാ? ആകെ രണ്ടേ രണ്ടുപേര്. അതിൽ ഒരുത്തനാണെങ്കിൽ എന്ത് ചോദിച്ചാലും ഡാൻസ് കൊണ്ട് ഡാൻസ്. ആ പേര് ചോദിച്ചാൽ ഡാൻസ്, അച്ഛന്റെ പേര് ചോദിച്ചാലും ഡാൻസ്. സാറേ വേണോ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ? സാറേ ഒന്നുകൂടെ ആലോചിച്ച്. സുപ്രഭാതം സുപ്രഭാതം പറഞ്ഞില്ലേ? ആണോ? പറയൂ. ഇയാള് സുന്ദരമുള്ള സിനിമയ്ക്ക് പോവാം. ആണോ? അപ്പൊ ടീച്ചർ വിളിച്ചിട്ടുണ്ടോ സാറേ? ആണോ? ടീച്ചർമാരെ ഇയാൾ സുന്ദരന സിനിമയ്ക്ക് പോകണം. ഇവിടെ ചോദിച്ചോളൂ. എത്ര ഇൻഫർമേഷൻ ചോദിച്ചോളൂ, ക്വസ്റ്റ്യൻ പറയാം. എന്താ എന്റെ പേര്? എന്റെ പേര് പുഷ്പോ. ഇഷ്ടമുള്ള പുഷ് എന്ന് വിളിക്കും. സാറ് പുഷ് എന്ന് വിളിച്ചാൽ മതി. എന്താ അച്ഛന്റെ പേര്? അയ്യപ്പൻ. അമ്മയുടെ പേരോ? അയ്യപ്പി. എത്ര കാര്യങ്ങൾ ചോദിച്ചോളൂ. കുഷിന്റെ ക്വാളിഫിക്കേഷനെ പറ്റിയാണ്. ഈശ്വരന്മാരെ പറഞ്ഞോളൂ. വിദ്യാഭ്യാസം പറഞ്ഞോളൂ. എന്ന് പറഞ്ഞാൽ താൻ ഏതുവരെ പഠിച്ചു? എന്റെ പൊന്നു സാറേ, എനിക്ക് ഡിഗ്രിക്ക് പോകണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ വാസുവിനെ കംപ്ലീറ്റ് ഫോം ഒക്കെ ഫില്ലപ്പ് ചെയ്ത് തന്നതായിരുന്നു. കോളേജിൽ എത്തിപ്പെടാൻ അറിയില്ല. 10 ക്ലാസ് പാസ്സാവുന്നു. 8-9 ഇയാൾ പാസ്സാക്കി തരുമോ? 4 വരെ പോയിട്ടുള്ളൂ സാറേ. ശരി, 4 വരെ പോയാൽ മതി. ആണ്. താങ്ക് യു. ഞാൻ തന്റെ ബുദ്ധി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചോദ്യങ്ങളോട് ചോദിക്കും. എത്ര ചോദ്യം ചോദിച്ചോ? എനിക്ക് തന്റെ സെൻസ് ഒന്ന് പരീക്ഷിക്കണം. അതിക്കൽപ്പം കൂടുതലാ. അതായത് ഫസ്റ്റ് ചോദ്യം, ഈ കോഴിക്ക് മുല വരിക എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആണോ? അത് പ്രാബല്യത്തിൽ വന്നാൽ എന്തായാലും നമ്മുടെ നാട്ടിലെ അവസ്ഥ? ശരി, രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോളൂ. ഈ മണ്ണിയുടെ വായ്ഭാഗം എങ്ങനെ കണ്ടിരിക്കും? വളരെ സിമ്പിൾ അല്ലേ സാറേ? ഒരു മണ്ണിനെ എടുക്കുക, മേശപ്പുറത്ത് കണ്ടെത്തി വെക്കുക. അതിനുശേഷം അതിന്റെ പയർമേ വേദനിപ്പിക്കരുത്. അതിനുശേഷം മണ്ണിനയുടെ പയർഭാഗത്ത് ഇക്കിളക്കി കൊടുക്കുക. ചിരിക്കുന്ന പക്കം വായ്പാക്കും. ശരി, താങ്ക് യു. ചോദിച്ചോ. ഇവിടെ തന്നെ ഇന്റർവ്യൂ വരുന്നതിന് മുന്നേ എന്താ കുട്ടിക്കൊടുപ്പ്? അതേലേ, മെറ്റിലും മണലും കൂട്ടിക്കൊടുപ്പ്. ശരി, ഞാനീ പറഞ്ഞ പണിക്ക് പോയാൽ തനിക്ക് എത്ര ശമ്പളം? എന്റെ പൊന്നു സാറേ, ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് 150 രൂപ കിട്ടും. എനിക്കൊരു 125 രൂപ തയ്യാറും. അതൊക്കെ തനിക്ക് സെൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദ്യങ്ങളോട് ചോദിക്കും. ബുദ്ധി ഒരു ബുദ്ധി നടക്കാൻ വേണ്ടിയിട്ടുള്ള പശുവിനെ വാങ്ങിക്കൊണ്ട് നടന്നു വരികയാണ്. പറഞ്ഞോളൂ. ഓക്കെ, പശുവും കൂടെ റോഡിന് നടുക്കെത്തി. പശു അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ആണോ? അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല. പശുവിന്റെ ബുദ്ധി ഉപയോഗിച്ച് ഒന്ന് സോൾവ് ചെയ്യാം. ഈശ്വരന്മാരെ, അതിന് കിഡ്നി പ്രവർത്തിക്കണം. ആദ്യം ഒരു പശുവിനെ വിളിച്ചു കൊണ്ടിരുന്നു, റോഡിന്റെ അടുത്ത് നിൽക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കണം? നമ്മളിങ്ങനെ ആലോചിക്കണം. അതിനുശേഷം അപ്പുറത്തെ കാന്താരിമുളക് കണ്ടെന്ന് നോക്കുക. കാന്താരിമുളക് ഏതെങ്കിലും കടയിൽ കാന്താരിമുളക് മേടിക്കുക. അതിനുശേഷം അത് കല്ലുമിട്ട് വരയ്ക്കുക. എന്നിട്ട് പശുവിന് പാലൊക്കെ തേച്ച് കൊടുക്കുക. ആണോ? വളരെ സിമ്പിൾ അല്ലേ സാറേ? ബാക്കിയുള്ള കാന്താരിമുളകില്ലേ, ആ സാറിന്റെ ബാക്കിൽ അതുപോലെ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പറഞ്ഞോളൂ. നമുക്ക് ഈ ജോലി കിട്ടണമെന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ. ഞാൻ ക്വസ്റ്റ്യൻ പറയാൻ പറഞ്ഞില്ലേ? ക്വസ്റ്റ്യൻസ് എല്ലാം കറക്റ്റായിട്ട് ആൻസർ ചെയ്യും. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചോളൂ. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പേര്? ഇന്ത്യൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി. ഞങ്ങൾ അങ്ങനെ ഷോർട്ടായിട്ട് പറയുള്ളൂ പ്രണബ്. രണ്ടാമത്തെ ചോദ്യം, എവറസ്റ്റ് മുഴുവൻ കണ്ടല്ലോ, അതിന്റെ ഉയരത്ര? ഭയങ്കര ചോദ്യമല്ലോ. ഏകദേശം 8000 അടി വരെ ഉണ്ടായിരിക്കും. ഇയാൾ സുന്ദരന സിനിമയ്ക്ക് പോകണം. എനിക്ക് ജോലി കിട്ടുന്ന ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട് സാറേ. സാറ് വിചാരിച്ച് നടക്കും. അടുത്ത ചോദ്യം നടക്കട്ടെ. ആകാശത്ത് നോക്കുന്നുണ്ടോ? ആകാശത്ത് നോക്കാറുണ്ട്. ആകാശത്ത് നോക്കാൻ താഴെ നോക്കും. മാങ്ങ പറയും തെളി കുത്ത മാങ്ങ പറയുന്ന ദിലീപിന്റെ പടം കൊണ്ടോടെ എപ്പോഴും ആകാശത്ത് നോക്കും. ആകാശം എത്ര നക്ഷത്രമുണ്ടെന്ന് പറയാം?
ഈശ്വരന്മാരെ, എന്റെ തെസ്നിക്കാനെ, എന്റെ ഷക്കീല ദേവി, പൊന്നമ്മ ബാബു, ഇതെന്റെ ദൈവങ്ങളാ. ഉദ്ദേശം സൂക്ഷ്മം ഒന്നും പറയാറായിട്ടില്ല. ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. താങ്ക് യു. ഇതിനോട് ആൻസർ ജോലി ആണോ സാർ? ചോദിക്കും സാറേ, എത്ര ആൻസർ വേണം ചോദിച്ചു ക്വസ്റ്റ്യൻ പറയാൻ പറഞ്ഞില്ലേ? എപ്പോഴും ചോദിക്കുന്നതിനാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്നാണ്. എന്റെ ഈശ്വരന്മാരെ, 1917 ശ്രമിച്ചു, നടന്നില്ല. 1947 നടന്നു. താങ്ക് യു. തന്റെ ജോലി ഉറപ്പാണ്. ഞാൻ പോയത് MD കണ്ടത്. ജോലി കിട്ടില്ല. തോണിക്കാരാ തോണിക്കാരാ ാണല്ലോ സിനിമയ്ക്ക് പോവാ. ഞാനത്ര കാരണമൊന്നുമല്ല ഈശ്വരന്മാരെ. ഞാനിവിടെ KSRTC തരുമെന്ന് ഇയാള് എന്തൊരു ആണോ? ഈശ്വരന്മാരെ പറഞ്ഞോളൂ. സഹോദരൻ നേരത്തോട്ടാണെന്ന് പറഞ്ഞാൽ മതി. സഹോദരൻ ഇന്റർവ്യൂ ഒന്നുമല്ലേ? അതെ. സഹോദരൻ ഇന്റർവ്യൂ ഒന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞു തന്നാൽ എനിക്ക് വളരെ ഉപകാരമായി. ഈശ്വരന്മാരെ, താൻ എന്തിനു കശ്മീർ ഇങ്ങോട്ട് പോകുന്നത്? ജോലി പഠിക്കണ്ടാണോ? പറ്റില്ല സാറേ. അതിന് ചോദിച്ചേ എന്തിനാ പോകുന്നത്? അയ്യോ, പറഞ്ഞു തന്നെ ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോകാം. അല്ല, ഇത് കഴിഞ്ഞ 2 പേരെ കൂടെ സിനിമയ്ക്ക് പോകാനുള്ള എനിക്ക് ഒട്ടും സമയമില്ല. സിനിമ കമ്പനി നടത്തവിടെ പറയൂ സാറേ. ഞാനൊരു ഉപകാരം ചെയ്യാം. എന്നോട് ആകെ 5 ക്വസ്റ്റ്യനുകൾ ചോദിച്ചോളൂ. അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അയാൾ ചോദിക്കുമ്പോ ചേട്ടനെ പറഞ്ഞു കൊടുത്താൽ മതി. ആദ്യത്തെ ഉത്തരം പ്രണവ് മുഖർജി. രണ്ടാമത്തെ ഉത്തരം ഏകദേശം 8000 അടി ഉയരം കാണും. മൂന്നാമത്തെ ഉത്തരം സാർ വിചാരിച്ച നടക്കും. നാലാമത്തെ ഉത്തരം കൃത്യമായിട്ടൊന്നും പറയാറായിട്ടില്ല. ശാസ്ത്രജ്ഞർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. കൃത്യമായിട്ടൊന്നും പറയാറായിട്ടില്ല. ശാസ്ത്രജ്ഞന്മാരിപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. നാലാമത്തെ ഉത്തരം. ഇനി ഒരു ഉത്തരം കൂടി പറഞ്ഞു ഇയാൾക്ക് ജോലി ഉറപ്പാണ്. പിന്നെ എപ്പോഴും 1917 ശ്രമിച്ചു, നടന്നില്ല. 1947 നടന്നു. 1917 ശ്രമിച്ചു, നടന്നില്ല. 1947 നടന്നു. അതൊക്കെ ഞാൻ പറഞ്ഞതില്ലേ? ഇനി നമുക്ക് സിനിമയ്ക്ക് പോവാം. ഈശ്വരന്മാരെ, ഇയാളെന്റെ സിനിമയ്ക്ക് വരാത്തതുകൊണ്ട് ഇയാൾ കുട്ടികൾ ഉണ്ടാവാണ്ട് പോട്ടെ. നമസ്കാരം. നമസ്കാരം. ഇതാണത്ര നീട്ട നമസ്കാരത്തിന്. അത് പിന്നെ ഒരു ആമ്പക്കം കയറി വന്ന നമസ്കാരത്തിന്റെ കൂടെ ക്ഷമിക്കണം. എടോ, ഇത് KSRTCയുടെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലമാണ്. ഒരുത്തനെ പറഞ്ഞു വിടാപ്പെട്ട പാടെ എനിക്കറിയാം. ഞാൻ വെമ്പലായിട്ട് വന്നിരിക്കുകയാണ് KSRTCയിൽ ജോലി ചെയ്യാൻ. സാർ ചോദിക്കും, മണിയായിട്ട് ഞാൻ ഉത്തരം. ഇതുപോലുള്ള ചുരുചുരുക്കുള്ള ചെറുപ്പക്കാരാണ് KSRTC. 1 2 3 4 5 ചോദിക്കും. പ്രധാനമായിട്ട് 5 ചോദ്യങ്ങളുള്ളത്. 5 എണ്ണല്ലേ ഉള്ളൂ? പ്രധാനമായിട്ട് 5 ചോദ്യങ്ങൾ. ഞാൻ ചോദിക്കും, കറക്റ്റ് ആൻസർ പറയണം. കറക്റ്റ് പറഞ്ഞിട്ട് സാർ പറയും. ചോദിക്കും. എന്താ തന്റെ പേര്? പ്രണവ് മുഖർജി. തനിക്ക് എത്ര അടി വരുന്നുണ്ടോ? ഏകദേശം ഒരു 8000 അടി. കല്യാണം കഴിച്ചതിൽ കുട്ടികളുണ്ടോ? ആഗ്രഹമുണ്ട് സാറേ. സാറ് വിചാരിച്ച നടക്കുമോ? എന്താണ് തനിക്ക് പ്രാന്തുണ്ടോ? കൃത്യമായിട്ടൊന്നും പറയാനായിരിക്കില്ല. ഇപ്പൊ ശാസ്ത്രജ്ഞന്മാർ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. 5ാമത്തെ ചോദിച്ചു സാറേ. എന്താണ് ഇത്? താൻ എന്നാണോ ജനിച്ചത്? അയ്യോ, 1917 ശ്രമിച്ചു നടന്നില്ല.